ഈ പ്രഭാതത്തിൽ എന്നെ ശ്രമിക്കുന്ന ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്ന ഇന്നത്തെ പ്രഭാത വചന ചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 143 അതിൻ്റെ 10-ാം വാക്യം. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ. നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. മേ യുവർ ഗുഡ് സ്പിരിറ്റ് ലീഡ് മീ ഓൺ ലെവൽ ഗ്രൗണ്ട്. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും പരിവരുത്ത അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവേ, എന്ന് ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരും, സാഹചര്യങ്ങൾക്കൊരു വ്യത്യാസം വരും, ഈ കുന്നും കുഴിയൊക്കെ ഒന്ന് മാറിയിട്ട് നല്ല നേരായ നേർനിലത്തിൽ എന്നെനിക്കൊന്ന് നടക്കുവാൻ സാധിക്കുമെന്ന് നാം ചിന്തിക്കുന്ന അനുഭവങ്ങളാണ്. വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിൽ ജോസഫിനെ പറ്റി കാണുവാൻ സാധിക്കും. ജോസഫിൻ്റെ ജീവിതം കഷ്ടതകളുടെയും പ്രയാസത്തിൻ്റെയും ഭാരത്തിൻ്റെയും പൊട്ടക്കുഴിയുടെയും പൊട്ടക്കിണറിൻ്റെയും കാരാഗ്രഹത്തിൻ്റെയും വരെ അനുഭവങ്ങളുണ്ടായി. എന്നാൽ അവിടെ നമ്മൾ കാണുന്നത് ഫറവോൻ തന്നെ പറ്റി പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തിനെ കണ്ടുകിട്ടുമോ? ആൻ എക്സലൻറ്റ് സ്പിരിറ്റ്, ഗോഡ് സ്പിരിറ്റ് വാസ് ഓൺ ഹിം. അത് അവനിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ രാജ്യത്തിലെ ഉന്നതനായി തീരുവാൻ, രാജാവ് കഴിഞ്ഞ അടുത്ത ആളാണ്. രാജാവിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് തന്നെ അവിടെ പറയുന്നുണ്ട്. തൻ്റെ ഫറവോൻ ജോസഫിനെ തൻ്റെ ഗ്രഹത്തിനൊക്കെയും മേലധികാരിയാക്കി, സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും. ആ ഒരു പദവിയിലേക്ക് ജോസഫ് കടക്കുവാനിടയായി തീർന്നു. കാരണം തന്നിലൊരു നല്ല ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് തന്നിലുണ്ടായിരുന്നു. അതുപോലെ ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നതുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി തിളങ്ങി. അവിടെ ഇംഗ്ലീഷ് വായിക്കുന്നത് ആൻ എക്സലന്റ് സ്പിരിറ്റ് വാസ് ഇൻ ഹിം. അവനിൽ ഉണ്ടായിരുന്നു ഒരു എക്സലന്റ് സ്പിരിറ്റ്, അവനിൽ ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവനിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവനും അവിടെ 120 പ്രധാന ദേശാധിപന്മാരിലും അവരെ നോക്കുവാനാക്കിയിരുന്ന 3 അധ്യക്ഷന്മാരിലും ശ്രേഷ്ഠനായി വിളങ്ങുവാൻ ദാനിയേലിന് കഴിഞ്ഞു. കാരണം ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധമാകുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. അങ്ങനെ സ്വയം വിശുദ്ധിക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി നിന്ന ഭക്തന് മേൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ടായിരുന്നു. ഒന്ന്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ അത് നമ്മളെ നേർനിലത്തിൽ നടത്തും. 2, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വേണമെങ്കിൽ നാം വിശുദ്ധിയിൽ നിലനിൽക്കണം. അതുകൊണ്ടാണ് നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചത്, ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ നല്ല ആത്മാവ് നമ്മൾ കടന്നു വരികയും ആ ആത്മാവ് നമ്മളെ നല്ല നിലത്തിൽ, നേർനിലത്തിൽ, നല്ല നിരപ്പായ പാതയിലൂടെ ജീവിതത്തിൽ ഉന്നതങ്ങളിലേക്ക്, വിജയത്തിലേക്ക് ദാനിയേലിനെ പോലെ, ജോസഫിനെ പോലെ കൊണ്ടെത്തിക്കുവാൻ ദൈവം സഹായിക്കും. നമുക്ക് കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗപിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഇന്ന് വാക്കാലം വചനം കേൾക്കുന്ന ഞങ്ങളുടെ ജനത്തെ, ഞങ്ങളുടെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ നല്ല ആത്മാവിനെ അവരിൽ അയച്ച് കർത്താവെ നേർപാതകളിൽ നടക്കുവാൻ ദൈവം സഹായിച്ചാട്ടെ. മകത്തം കർത്താവ് എടുത്താട്ടെ. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.